എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷ തൽപരരായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഓരോ നക്ഷത്രത്തിലും ജനിച്ച ആളുകളുടെ 2025 എന്ന പുതുവർഷത്തെ ഫലങ്ങളാണ് നമ്മൾ ഓരോരോ വീഡിയോകളിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രേവതി നക്ഷത്രക്കാരുടെ 2025 പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രാശിചക്രത്തെ ചുറ്റിയുള്ള നക്ഷത്രമണ്ഡലത്തിൽ 27ാമത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം. മീനം രാശിയിൽ രേവതി നക്ഷത്രം കൊണ്ടാണ് ആ രാശി അവസാനിക്കുന്നത്. അല്ലെങ്കിൽ രാശിചക്രം അശ്വതിയിൽ തുടങ്ങി രേവതിയിലാണ് അവസാനിക്കുന്നത്. രാശിചക്രം മേടം രാശിയിൽ തുടങ്ങി മീനം രാശിയിൽ അവസാനിക്കുന്നു. അതുപോലെ തന്നെ മേടൻ രാശിയുടെ തുടക്കമായിട്ട് അശ്വതി നക്ഷത്രവും മീനൻ രാശിയുടെ അവസാനമായിട്ട് രേവതി നക്ഷത്രവും വരുന്നു. അപ്പോൾ അതിലെ 27ാമത്തെ നക്ഷത്രമാണ് രേവതി. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകളുടെ സ്വഭാവം നമ്മൾ നോക്കുമ്പം അവർ വളരെ ബലവാന്മാരും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും പ്രത്യേകതയുള്ളവരും ആയിരിക്കും. ശരീരബലം അവർക്ക് നന്നായിട്ടുണ്ടായിരിക്കും. രണ്ട് തരത്തിലാണ് അവർക്ക് ശരീരബലമില്ലായ്മ വരുന്നത്. ഒന്ന്, അവരുടെ ചെറുപ്പത്തിലെ പ്രയാസങ്ങൾ കൊണ്ടും പോഷകാഹാരം ലഭിക്കാത്തത് കൊണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ബലം തിരിച്ചറിയത്തില്ലാത്തത് കൊണ്ടും ദുർബലരായിട്ട് മാറാം. പൊതുവെ ജന്മന ശരീരബലമുള്ള നക്ഷത്രം ഫലമാണ് അവർക്ക് ഉള്ളത്. പിന്നെ മറ്റുള്ളവരോട് കരുണയുണ്ട്, സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ്, നേതൃത്വ ഗുണമുള്ളവരാണ്, ധനവും ബുദ്ധിയും ഉള്ള ആളുകളാണ്. പിന്നെ എന്താണ് അവരുടെ ഒരു പ്രത്യേകത? അവരേർപ്പെടുന്ന രംഗങ്ങളിൽ നേതൃസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള യോഗമുണ്ട്. ഏത് കാര്യം മനസ്സിലാക്കിയാലും അത് വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യമുണ്ട്. വിവാഹശേഷം നല്ല അഭിവൃദ്ധി ഇവർക്ക് ഉണ്ടാകും. പക്ഷേ ഇവർക്ക് ഒരു മൈനസ് പോയിൻ്റ് അവിടെ പറയാനുള്ളത്, സ്ത്രീകളുമായിട്ട്, പുരുഷന്മാരായ രേവതി നക്ഷത്രക്കാരാണെങ്കിൽ സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോടൊരു ചായ്വ്, അവരുടെ അഭിപ്രായത്തോടൊരു ചായ്വ് പുലർത്താൻ പലപ്പോഴും സാധ്യതയുണ്ട്. അങ്ങനെ കാണാറുണ്ട്. അതാണ് അവരുടെ ഒരു ദൗർബല്യമായിട്ട് പറയുന്നത്. പിന്നെ ദേശസ്നേഹികളാണ്. രാജ്യത്തോടും വീടിനോടും സമൂഹത്തോടും എല്ലാം സ്നേഹമുള്ള ആളുകളാണ്. പിന്നെ ജീവിതത്തിൽ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട്. സ്ത്രീകളാണെങ്കിൽ പൊതുവേ സൽസ്വഭാവികളായിരിക്കും. രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ. ബന്ധുക്കളൊക്കെ നല്ല ആളുകളായിരിക്കും. നല്ല ബന്ധുബലമുണ്ടായിരിക്കും. വാക്ചാതുര്യവും നൈപുണ്യവുമുള്ള ആളുകളായിരിക്കും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവർക്ക് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് കുറവാണെന്നാണ് പറയുന്നത്. സ്വതന്ത്ര ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്, വളരെ സാമർഥ്യമുള്ളവരാണ്. പക്ഷേ രഹസ്യങ്ങൾ ഒളിച്ചു വെക്കാൻ ഇവർക്ക് സാധ്യമല്ല എന്നൊരു മൈനസ് പോയിൻ്റ് പറയാറുണ്ട്. ഇവരാരെയും അന്ധമായിട്ട് വിശ്വസിക്കുകയുമില്ല. അതുപോലെ തന്നെ ഇവരെ ഒരു കാര്യവും നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പുറത്തു പോകരുതെന്ന് പറഞ്ഞ് പറയാനും കഴിയില്ല. കാരണം ഏതെങ്കിലുമൊക്കെ അവരുടെ വളരെ അടുപ്പമുള്ളവരോട് അത് ഷെയർ ചെയ്യും. ഒരാളെ വിശ്വസിച്ചാൽ അവരെ അങ്ങേയറ്റം വിശ്വസിക്കുന്ന സ്വഭാവമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഉള്ളത്. പിന്നെ മുൻകോപം ഉണ്ടായിരിക്കും മിക്കവർക്കും. മുൻകോപം കൊണ്ടുള്ള എടുത്തുചാട്ടവും അതുമൂലമുള്ള അബദ്ധങ്ങളും പലപ്പോഴും ഇവർക്ക് വിനയാകാറുണ്ട്. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എതിർപ്പുകളെ മല്ലിട്ട് തോൽപ്പിക്കാനൊന്നും ഒരു മടിയുമില്ല, എന്തും ചെയ്യും. വളരെ പെട്ടെന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങളും ഉണ്ടാകാം ജീവിതത്തിൽ. അത് പലപ്പോഴും പരാജയങ്ങൾക്ക് കാരണമാകും. ഈശ്വര വിശ്വാസികളാണ്. അതേ സമയത്ത് മറ്റുള്ളവരെ ഭരിക്കുന്ന ഒരു സ്വഭാവവുമുണ്ട്. ആദ്യമൊക്കെ വിനയം കാണിക്കുമെങ്കിലും നല്ല പെരുമാറ്റമൊക്കെ ആയിരിക്കും. എങ്കിലും ക്രമേണ ഭരണത്തിലേക്ക് അങ്ങ് കൈവെക്കും. അയവില്ലാത്ത അനുഷ്ഠാനങ്ങൾ കാണിക്കുന്ന ആളുകളാണ്. മത നേതാക്കളൊക്കെ ആണെങ്കിൽ ഒട്ടും റിലാക്സ് ചെയ്യാതെ, ഒരു തരത്തിലും ഒരു ഇളവും കൊടുക്കാത്ത രീതിയിലുള്ള അനുഷ്ഠാനങ്ങളായിരിക്കും അവർ പുലർത്തുന്നത്. യാഥാസ്ഥിതികത്വം പുലർത്തുന്നവരാണ് മനസ്സിലെങ്കിലും. അങ്ങനെയുള്ള തത്വശാസ്ത്രങ്ങളാണ് അവർ വിശ്വസിക്കുന്നത്. അല്പം പിടിവാശി കൂടുതലായിരിക്കും. പിന്നെ ഇവരുടെ ആശയങ്ങൾ തന്നെ നടപ്പാക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കുന്നവരാണ്. ഈ ആശയമൊന്നും മോശമെന്ന് പറയാൻ കഴിയില്ല കേട്ടോ. നല്ല ആശയങ്ങളുമുണ്ട്. പക്ഷേ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പം ഇവർക്കുണ്ടാകാവുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്
തൻ്റെ ആശയം പ്രാവർത്തികമാക്കണമെന്ന് ഇവർ വാശി പിടിക്കുമ്പം ഇതേപോലെ വാശി പിടിക്കുന്ന മറ്റാൾക്കാരും കാണും, വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ. അവരുമായിട്ടുള്ള വാക്കുകൊണ്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് മനസ്സിനൊരു പ്രയാസം ഉണ്ടാക്കാം. പക്ഷേ എവിടെയും ഒരു രാജകീയ പ്രഭാവത്തോടെ നിൽക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് രേവതി നക്ഷത്രക്കാരായ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും. പിന്നെ വ്യാഴത്തിൻ്റെ ഒരു പ്രഭാവം ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ചിന്ത വളരെ കൂടിയിരിക്കും. ഈ മീനം രാശിയിലാണല്ലോ വരുന്നത്, മീനക്കൂറിലാണല്ലോ രേവതി നക്ഷത്രം വരുന്നത്. അപ്പോൾ ഇവരുടെ രാശിനാഥൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ഒരു പ്രഭാവം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഏതൊരു കാര്യത്തിലും ആത്മീയമായ കാര്യങ്ങൾ ദർശിക്കാൻ ഇവർക്ക് സാധിക്കും. സുഖം തേടിപ്പോകുന്നവരാണ്. സുഖം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ശയന സൗഖ്യം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ കിടപ്പിലും ഊണിലും എല്ലാം സുഖം തേടി പോകുന്നവരാണ്. അതുപോലെ തന്നെ അന്തസ്സും അഭിജാത്യവും ഒക്കെ എപ്പോഴും പുലർത്തുന്നവരാണ്. ഒരു ലെവലിൽ നിന്ന് താഴോട്ടൊരിക്കലും വരികയില്ല. എന്തെല്ലാം നഷ്ടം വന്നാലും അതൊന്നും പുറത്ത് കാണിക്കുകയില്ല. വളരെ ദൈവവിശ്വാസവും ആത്മീയതയുമുള്ള നക്ഷത്രമാണ്. അതുകൊണ്ട് നല്ലൊരു പരിധിവരെ ദൈവാനുഗ്രഹം ഇവർക്ക് ഉണ്ടായിരിക്കും. ഇവർക്ക് എപ്പോഴും ദോഷം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എടുത്തിയാട്ടം കൊണ്ടാണ്. മുൻകോപവും എടുത്തിയാട്ടവും, റഫായിട്ടുള്ള പെരുമാറ്റം, അധികാരം അടിച്ചേൽപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇവർക്ക് സമൂഹത്തിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടി വരാൻ സാധ്യതയുള്ളത്. പക്ഷേ പൊതുവേ നോക്കുമ്പോൾ ഇവർ ജീവിതത്തിൽ വിജയികളായിരിക്കും, സമ്പാദ്യമുണ്ടായിരിക്കും, ധനമൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. ഒരുപാട് സൽഗുണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ചില വിഷമങ്ങളും ഉണ്ട്. സ്ത്രീകളാണെങ്കിൽ നല്ല പതിവ്രതകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവരാണ്. പൊതുവെ രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ വളരെ സുന്ദരികളായിരിക്കും. പല സമൂഹത്തിലും ഇപ്പം ഏതൊരു ഫംഗ്ഷനാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മംഗളകർമ്മങ്ങളിലാണെങ്കിലും അവർ നിന്ന് കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ആകർഷകമായ ശരീരപ്രകൃതിയും നടപ്പും ഇവരുടെ പ്രത്യേകതയാണ്. പക്ഷേ അവർ പിടിവാശിക്കാരികളായിരിക്കും എന്നും പറയപ്പെടുന്നു. ഇനി നമുക്ക് അവരുടെ നക്ഷത്ര ഫലത്തിലേക്കൊന്ന് നോക്കാം. 27ാമത്തെ നക്ഷത്രമാണ് രേവതി. മീനക്കൂറിലാണ് ഉൾപ്പെടുന്നത് പൂർണ്ണമായിട്ടും. വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ശനി 12ലും വ്യാഴം 3ലുമാണ്. ശനി കുംഭൻ രാശിയിലായിരിക്കും, വ്യാഴം ഇടവൻ രാശിയിലായിരിക്കും. അപ്പം ശനി 12ലും വ്യാഴം 3ലും നിന്നാൽ എന്താണ്? ദൈവാധീനം പൂർണ്ണമായും കുറഞ്ഞു. ശനി 12 നിൽക്കുമ്പം ചിലവ് വളരെയേറെ വർദ്ധിക്കും. വ്യാഴം 3ൽ നിൽക്കുമ്പം ഭാഗ്യാനുഭവങ്ങൾ മറഞ്ഞു നിൽക്കും. അപ്പം വരവ് കുറയുകയും ചിലവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ചില തെറ്റുകൾ സംഭവിക്കാനും അതിൻ്റെ പേര് കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ രാഹു ജന്മക്കൂറ് നിൽക്കുന്നത് ഇതിനൊരു കാരണമാണ്. രാഹു ജന്മക്കൂറ് നിൽക്കുമ്പോൾ ധനപരമായിട്ട് ചില ഗുണങ്ങൾ നൽകുമെങ്കിലും ശത്രുദോഷം വർദ്ധിപ്പിക്കും. അപ്പം നമ്മുടെ രീതികളിൽ, നമ്മുടെ വിജയങ്ങളിൽ അസൂയ പൂണ്ട ആൾക്കാരിൽ നിന്നും ചില ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകാം. ജോലിസ്ഥലത്തൊക്കെ ആണെങ്കിലും അത് നേരിടേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേതു 7ൽ നിൽക്കുന്നതുകൊണ്ട് പങ്കാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിനും ഇവർക്ക് സാധ്യതയുണ്ട്. അന്യദേശവാസം ഉണ്ടാകാം. യാത്രകളും അലച്ചിലുകളും ഒക്കെ ഇവരെ ബുദ്ധിമുട്ടിക്കാം. അതുപോലെ തന്നെ ജോലിയിൽ ഒരുപാട് ജോലി ഒന്നിച്ച് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാം. റിസ്ക് എടുക്കുന്ന പല കാര്യങ്ങളിലും ചെന്ന് ഇടപെടാനായിട്ട് സാധ്യതയുണ്ട്. പ്രധാന തൊഴിൽ കൂടാതെ മറ്റൊരു തൊഴിൽ കൂടെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പം സാമ്പത്തികമായിട്ട് കുറച്ച് വിഷമതകൾ വർഷത്തിൻ്റെ ആദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒന്നിലേറെ വരുമാന മാർഗ്ഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നത് കൊണ്ട് ധനമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല. ഇവർക്ക് മറ്റൊരു പ്രത്യേകത എന്താണ്? എപ്പോഴും വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം ഇവർക്ക് ഉണ്ടായിരിക്കും. വ്യാഴമാണല്ലോ നമ്മുടെ ധനത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത്. വ്യാഴം ആണ് ഏറ്റവും പ്രധാനമായിട്ട്. മറ്റ് ഗ്രഹങ്ങളും ഉണ്ട്, ശുക്രനും ബുധനുമൊക്കെ മറ്റൊരു രീതി തരുന്നുണ്ട്, സൂര്യനുമൊക്കെ. എങ്കിൽ പോലും വ്യാഴമാണ് നമ്മുടെ ധനകാരകൻ എന്ന് പറയുന്നത്. അപ്പം ആ ധനത്തിൻ്റെ കാരകനായ വ്യാഴം ഈ രാശിയുടെ അധിപനായതുകൊണ്ട്, ഈ രേവതിക്കാരുൾപ്പെടുന്ന മീനൻ രാശിയുടെ അധിപനായതുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തുന്നൊരു പ്രവണതയൊന്നും ഇവർക്ക് അങ്ങനെ ഉണ്ടാകാറില്ല. പലപ്പോഴും ധനനഷ്ടം ഉണ്ടാകാം, കൈ പണം കുറവുള്ള അവസ്ഥയുണ്ടാകാം. പക്ഷേ അന്നേരമൊക്കെ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വന്ന് അവർക്ക് ആ കാര്യം നടന്നു പോകും, ജീവിതം മുന്നോട്ട് പോകും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. വളരെ അപൂർവ ആൾക്കാർ മാത്രമേ തീരെ ദരിദ്രരായിട്ട് മാറുകയുള്ളൂ. അത് മറ്റെന്തെങ്കിലുമൊക്കെ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാകാം ജനന സമയത്ത്. അപ്പോൾ ഒന്നിലേറെ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നിർത്താൻ കഴിയുകയും ചെയ്യും. പ്രവർത്തന മേഖലയിൽ വളരെ ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ട്.
ഉജ്ജ്വല വിജയം നേടാൻ ഈ വർഷം യോഗവും ഉണ്ട്. ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത ചില വളരെ പ്രത്യേകതകളുള്ള കാര്യങ്ങൾ, എടുത്തു കാണിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നടത്തുന്ന ഒരാളാണെങ്കിൽ, അതായത് എന്തെങ്കിലും മാനുഫാക്ചറിങ് നടത്തുന്ന ഒരു ആളാണെങ്കിൽ അയാൾക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരാനും അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും അയാൾക്ക് സാധിക്കും. സിനിമയാണെങ്കിൽ, സിനിമ എടുക്കുന്ന ഒരു രേവതി നക്ഷത്രക്കാരനാണെങ്കിൽ ജനങ്ങളെ വളരെയേറെ ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു സിനിമ ചെയ്തെടുക്കാൻ അയാൾക്ക് ഈ സമയത്ത് സാധിക്കും. അപ്പോൾ ഈ ഉജ്ജ്വല വിജയമൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ വർഷമുള്ളൊരു പ്രശ്നം എന്താണ്? ഒട്ടും ആലോചിക്കാതെ പല കാര്യങ്ങളിലും കയറി ഇടപെടുകയും മനസ്സിന് പ്രയാസം സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇവരുടെ പൊതു സ്വഭാവത്തിലും ഇതുണ്ട്. ഈ വർഷവും ഇത് ഉണ്ടാകും. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലാത്ത സന്ദർഭങ്ങൾ, അതിലൊക്കെ കയറി ഇടപെടാൻ രേവതി നക്ഷത്രക്കാർക്ക് തോന്നും. അത് മനസ്സിന് കയ്പുണ്ടാകുന്ന അനുഭവങ്ങൾ സൃഷ്ടിക്കും. പല കാര്യങ്ങളിലും തിടുക്കത്തിൽ പ്രവർത്തിച്ച് പരാജയപ്പെടാനും വഴിയുണ്ടാകും. ബന്ധുക്കളുടെ തർക്കങ്ങളിൽ പങ്കുചേരുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നമുക്ക് എന്തെങ്കിലും റോളുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് ഇടപെട്ടാൽ മതി, ഇല്ലെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സ്വത്ത് തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കഴിയുന്നതും കേസിലേക്ക് വലിച്ചു നീട്ടാതെ തമ്മിൽ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ്റെ സാന്നിധ്യത്തിൽ അത് പറഞ്ഞു തീർക്കുന്നതായിരിക്കും ഉചിതം. പക്ഷേ കുടുംബപരമായ സ്വത്ത് കയ്യിലേക്ക് വന്നെത്താനും ഈ സമയത്ത് സാധ്യതയുണ്ട്. പിന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജന്മശനിക്കാലം തുടങ്ങുന്നതിൻ്റെ ക്ലേശഫലങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ മാർച്ച് അവസാനം, മാർച്ച് 29-നാണ് ശനി ഇവരുടെ ജന്മക്കൂറിലേക്ക് എത്തുന്നത്. ആദ്യം പൂരുട്ടാതിയുടെ ഭാഗത്തേക്കാണ് വരുന്നത്, പിന്നെ ഉത്രട്ടാതി, അത് കഴിഞ്ഞാണ് രേവതിക്കാർക്ക് നക്ഷത്രത്തിലേക്കുള്ള ശനിയുടെ പ്രവേശനം നടക്കുന്നത്. എങ്കിൽ പോലും ഈ വർഷം മുഴുവൻ ഇങ്ങനെ ആ രാശിയിലേക്ക്, ഈ വർഷം ഏതാണ്ട് 3/4 ഭാഗവും മീനൻ രാശിയിൽ കൂടെ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഏപ്രിൽ മുതൽ ഉണ്ടാകും. പിന്നെ മെയ് മാസത്തിൽ വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ ഈ വ്യാഴം മറഞ്ഞു നിൽക്കുന്ന സ്ഥിതി ഒന്ന് ഒഴിവാകും. വ്യാഴം 3-ലാകുമ്പോഴാണ് നമുക്ക് മനപ്രയാസവും ശത്രുശല്യവും ഒക്കെ കൂടിയിരിക്കുന്നത്. വ്യാഴം 4-ലേക്ക് പോകുമ്പോൾ വാഹനം വാങ്ങിക്കാനും വീട് നിർമ്മിക്കാനും ഒക്കെ യോഗം ഉണ്ടാകും. അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കാൻ, പഴയ വീടൊന്ന് പുതുക്കി പണിയാനൊക്കെ സാധിക്കും. വാഹനം വാങ്ങാനും യോഗമുണ്ട്. ജോലിയിൽ ഉയർച്ച ലഭിക്കാനും ഈ മെയ് മാസം മുതൽ യോഗമുണ്ട്. പക്ഷേ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉടലെടുത്തേക്കാം. വൻതോതിലല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകാം. പിന്നെ ഈശ്വര വിശ്വാസം, ക്ഷേത്ര ദർശനം, ഉപാസനകൾ, വ്രതങ്ങൾ, ഇതൊക്കെ പതിവ് പോലെ തുടരാനായിട്ട് സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ഈ വർഷം യോഗമുണ്ട്. ശിശുജനനം കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുള്ള സന്തോഷവും അനുഭവിക്കാൻ യോഗമുണ്ട്. മക്കൾക്കോ അല്ലെങ്കിൽ തനിക്കോ അല്ലെങ്കിൽ തൻ്റെ മക്കൾക്കോ കുഞ്ഞുങ്ങളുണ്ടാകാനും ആ മംഗളകർമ്മങ്ങളിൽ അതിൻ്റെ നൂലുകെട്ട്, നാമകരണം, കാതുകുത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സന്തോഷമുള്ള കാര്യമാണല്ലോ, അതിലൊക്കെ പങ്കെടുക്കാനായിട്ടുള്ള യോഗമുണ്ട്. ഏതായാലും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷകരമാണ്. പിന്നെ വിവാഹം മുതലായ കാര്യങ്ങളിലും പങ്കെടുക്കാനുള്ള യോഗമുണ്ട്. തൻ്റെ മക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഒക്കെ വിവാഹ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട്. പിന്നെ പുതിയ ചില വ്യാപാര മേഖലകളിൽ കൈവെക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ പരിചിതമല്ലാത്ത ചില മേഖലകളിലേക്ക് ഇടപെടാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. അപ്പോൾ അവിടെ രേവതി നക്ഷത്രക്കാരോട് പറയാനുള്ളത്, വളരെ പരിണിതപ്രജ്ഞരായ അല്ലെങ്കിൽ ഈ രംഗത്ത് നല്ല പരിചയമുള്ള ആളുകളുടെ ഉപദേശം തേടിയിട്ട് മാത്രമേ പുതിയ സംരംഭങ്ങൾ തുടങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. രേവതി നക്ഷത്രക്കാരുടെ സ്വതവേയുള്ള സ്വഭാവമാണ് അല്പം എടുത്തിയാട്ടമുണ്ട്, അല്ലെങ്കിൽ മറ്റാരും ചെയ്യാത്തത് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം എന്നുള്ള സ്വഭാവം. അതുപോലെ അല്പം അധികാര മനോഭാവവും കാണിക്കും. അപ്പോൾ അത് രണ്ടും ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ മറ്റുള്ളവരെ പോലെ തന്നെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വലിയ റിസ്കിലേക്ക് പോകാതെ, കാരണം ജന്മശനിയാണ് വർഷത്തിൻ്റെ 2-ാം പകുതി എന്ന് പറയുന്നത്. ജന്മശനിയാണ്, 4-ലാണ് വ്യാഴം. അപ്പോൾ അത് രണ്ടും പൂർണ്ണ ഗുണമുള്ള കാര്യമല്ല. പിന്നെ ഈ ശനി അധികം ദോഷം ചെയ്യില്ലെങ്കിലും ജന്മശനിക്കാലം എന്ന് പറയുന്നത് കുറേയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പല പല കാര്യങ്ങളിൽ തടസ്സവും ഉണ്ടാക്കും. ശനിയും വ്യാഴവും സമന്മാരായതുകൊണ്ടാണ് ഈ വ്യാഴത്തിൻ്റെ രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകാത്തത്. അപ്പോൾ എന്താണെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം പൊതുവേ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ഫലം. കുറേയേറെ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. എടുത്തിയാട്ടവും
അനവസരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നതും അധികാര പ്രകടനങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. സ്വസ്ഥമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി രേവതി നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവരുടെ ദോഷകരമായ ദശാകാലം എന്ന് പറയുന്നത് ശുക്രദശ, രാഹുർദശ, ശനിദശ, ഈ 3 ദശകളാണ്. ഇവരുടെ അപഹാരകാലങ്ങളും രേവതി നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല. അപ്പോൾ ഇവർക്ക് 7.5 ശനി ദോഷം തുടരുന്നത് കൊണ്ട് ഈ വർഷം ജന്മക്കൂറിലേക്ക് ശനി വരുന്നത് കൊണ്ടും ശനിദോഷ പരിഹാരം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനി ദേവനെ ദർശനം നടത്തിയിട്ട് ശനി സ്തോത്രം ജപിക്കുക, എള്ളുതിരി തെളിയിക്കുക, നീലപ്പട്ട് സമർപ്പിക്കുക, ശനി ഭഗവാന് നീരാഞ്ജനം സമർപ്പിക്കുക. ഇതൊക്കെ നല്ല വഴിപാടുകളാണ്. നമ്മൾ ശാസ്താവിന് നീരാഞ്ജനം കൊടുക്കുന്ന പോലെ തന്നെ ശനി ഭഗവാന് നീരാഞ്ജനം ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ എള്ള് കിഴികെട്ടി നാളികേരം മുറിച്ച് അതിനകത്ത് എള്ളെണ്ണ ഒഴിച്ച് തെളിക്കുന്നതാണ് നീരാഞ്ജനം. അപ്പോൾ ആ നീരാഞ്ജനം ഒഴിയുന്നത് കുറേയേറെ ദോഷങ്ങൾ മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ ശനിദേവന് അത് സമർപ്പിക്കുക, അയ്യപ്പ സ്വാമിയെ ഭജിക്കുക, ശാസ്താവിനെ ഭജിക്കുക, അയ്യപ്പസ്വാമിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക, അഷ്ടകം ജപിക്കുക, ശാസ്താവിന് നീലപ്പട്ട് സമർപ്പിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ വഴിപാടാണ്, പക്ഷേ വലിയ ഫലമുള്ള കാര്യമാണ്. പിന്നെ നല്ല കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ശാസ്താവിന് ഒരു നെയ്വിളക്ക് തെളിയിക്കുക, ഗണപതി ഭഗവാന്റെ കറുകമാല സമർപ്പിക്കുക. ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. തടസ്സങ്ങൾ മാറാൻ വളരെ ഉത്തമമാണ്. ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാലയും കൂടെ സമർപ്പിച്ചിട്ട് പോയാൽ തടസ്സമില്ലാതെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അപ്പം ഈ ഓഫീസ് കാര്യങ്ങൾ, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഈ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് പോയാൽ വലിയ തടസ്സമില്ലാതെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. 7.5 ശനിയാണെങ്കിൽ പോലും നമുക്ക് സാധിക്കും. ശനീശ്വര സ്തോത്രം നിത്യവും ചൊല്ലുന്നത് നല്ലതാണ്. നീലാഞ്ജന സമാഭാസം, രവിപുത്രം, യമാഗ്രജം എന്നുള്ള ആ നവഗ്രഹ സ്തോത്രങ്ങളിൽ ശനിയുടെ സ്തോത്രം ഉണ്ടല്ലോ, അത് ചൊല്ലുന്നത് എല്ലാ ദിവസവും ചൊല്ലുന്നത് നല്ലതാണ്. പിന്നെ രേവതി നക്ഷത്രക്കാരുടെ രാശിനാഥൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. രേവതി നക്ഷത്രം ഉൾപ്പെടുന്ന മീനം രാശിയുടെ രാശിനാഥൻ വ്യാഴമാണ്. അപ്പം വ്യാഴത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ്. വിഷ്ണു ഭഗവാന് താമരമൊട്ട് സമർപ്പിക്കുക, പാൽപ്പായസം സമർപ്പിക്കുക, തുളസിമാല സമർപ്പിക്കുക. ഇതൊക്കെ വളരെ ഉത്തമമായ വഴിപാടാണ്. മറ്റ് പല വഴിപാടുകളുണ്ട് കേട്ടോ. ഒരുപാട് തരത്തിലുള്ള അർച്ചനകളുണ്ട്, പലതരത്തിലുള്ള പായസങ്ങളുണ്ട്. ഓരോ ലക്ഷ്യസാധ്യത്തിനായിട്ട് ഓരോ തരത്തിലുള്ള വഴിപാടുകളാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വിധിപ്രകാരം ഏതാണോ ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്യുക. വിഷ്ണു ഭഗവാന് വഴിപാട് ചെയ്താൽ വേറൊരു ഗുണം കൂടെയുണ്ട്, പിതൃദോഷങ്ങളും അതുവഴി മാറിപ്പൊക്കോളും. പിന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. ശിവന് കൂവളമാല സമർപ്പിക്കുക, ജലധാര സമർപ്പിക്കുക, പിൻവിളക്ക് സമർപ്പിക്കുക. ഈ 3 വഴിപാടുകളും എന്തിനുള്ളതാണെന്നറിയാമോ? മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകാനായിട്ട് നല്ലതാണ്. കൂവളത്തുമാല സമർപ്പിച്ചാൽ സംഘർഷങ്ങൾ ഒഴിവാകും, അതുപോലെ പിന്നെ ദാമ്പത്യപരമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പിൻവിളക്ക് സമർപ്പിച്ചാൽ ദാമ്പത്യ ഭദ്രതയ്ക്ക് ഏറ്റവും ഉത്തമമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹത്തോടെ വർത്തിക്കും. കാരണം എന്താണ്? പിൻവിളക്കെന്ന് പറയുന്നത് പാർവതീ സങ്കല്പത്തിലാണ്. ശിവൻ്റെ പുറകുവശത്തുള്ള പുറകുവിളക്ക് എന്ന് പറയുന്നത് പാർവതി, അവിടുത്തെ ആ സാന്നിധ്യമുണ്ട്, പാർവതി ദേവിയുടെ സാന്നിധ്യം അതിലുണ്ട് എന്നാണ് സങ്കല്പം. അപ്പോൾ ആ സങ്കല്പത്തിലാണ് തെളിക്കുന്നത്. അതുകൊണ്ട് ദാമ്പത്യ ഭദ്രതയ്ക്ക് വളരെ ഉത്തമമാണ്. ജലധാര സമർപ്പിക്കുന്നത് മനപ്രയാസങ്ങൾക്കും മാനസികമായ രോഗങ്ങൾക്കുമൊക്കെ അത് മാറാനായിട്ട് ഉത്തമമാണ്. പിന്നെ ഓം നമ ശിവായ എന്നുള്ള മന്ത്രം രാവിലെയും വൈകിട്ടും ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാണ് ഈ മരുന്ന് കഴിക്കുന്ന പോലെ വഴിപാടുകളുടെ എണ്ണം പറയുന്നതെന്ന്. പക്ഷേ നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മളൊരു ശീലമായിട്ട് ഒരു ആചാരം പോലെ ഇത് ചെയ്താൽ, ഇത് പഴയ ആൾക്കാർ വെറുതെ പറയുന്നതല്ല, നാമങ്ങളിൽ പലതും വളരെ എനർജിയുള്ള പദങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ആചാര്യന്മാർ ചെയ്തിട്ടുള്ളത്. നമ്മളത് ചൊല്ലുമ്പോൾ ആ ഊർജം നമ്മളിലേക്ക് പകർന്നു കിട്ടുന്നു. വാക്കും ഒരു എനർജിയാണല്ലോ. അതുകൊണ്ടാണല്ലോ ചില വാക്കുകൾ നമുക്ക് സന്തോഷം ഉണ്ടാക്കും, ചില വാക്കുകൾ നമുക്ക് ദേഷ്യം ഉണ്ടാക്കും, ചില വാക്കുകൾ ദുഃഖം ഉണ്ടാക്കും. ഇതെല്ലാം വാക്കാണല്ലോ. പക്ഷേ വാക്കിനൊരു എനർജിയുണ്ട്. അതുതന്നെയാണ് ഈ മന്ത്രങ്ങളുടെ പുറകിലും നാമങ്ങളുടെ പുറകിലുമൊക്കെ ഉള്ളത്. ഈ നാമങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നാമം ചൊല്ലാനൊക്കെ പഴയ ആചാര്യന്മാർക്കും പഴയ അപ്പൂപ്പൻ അമ്മൂമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാം. അവരോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നാമം ചൊല്ലി നോക്കുക. അപ്പോൾ അതിൻ്റെ ഫലം നേരിട്ട് അനുഭവിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ രേവതി നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലങ്ങൾ.
അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജ്യോതിഷ തൽപരരായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ ചാനലൊന്ന് പകർന്നു കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു ലൈക്ക് ചെയ്യുക ചാനലിന്. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ. 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.